ഇപ്പോൾ ലാൽ സാർ എന്നോട് സംസാരിച്ച ഒരു ഈ മിനിഞ്ഞാന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ മമ്മൂട്ടിയായിട്ടും മോഹൻലാലായിട്ടും കാണേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു. ഫാൻ ട്രീറ്റ് ഇല്ല, ഫാൻ ഹൈ ഇല്ല, ഫാൻ മൊമെന്റുകൾ വളരെ കുറവാണ്. ഇതിനു മുമ്പ് സ്പേസ് ചെയ്തിട്ടുള്ള പല ഫിലിം മേക്കേഴ്സിനോടും സുഹൃത്തുക്കളായിട്ടുള്ള പലരും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്, നിങ്ങൾ ചില സമയത്ത് നമുക്ക് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴുള്ള ബാധ്യതയായിരിക്കും. ചിലപ്പോൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു കണ്ടന്റ് പറയുമ്പോൾ ഫൗജി എന്ന് പറഞ്ഞ ആൾക്കൊരു മാർട്ടൈഡം അച്ചീവ് ചെയ്യുന്ന അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ രീതിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ഫെയർ ട്രീറ്റ് എന്നുള്ള ലെവലിലായിരിക്കും ചിലപ്പോൾ എന്നെ കാണുന്നത്. ഡാനിയൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും റഹീം എന്ന് പറഞ്ഞ ക്യാരക്ടറിനും അവർക്കൊരു ഓൾഡ് സ്കൂൾ ടെക്നിക്ക് ഉള്ള രണ്ട് പേരായിട്ടുള്ളതായിട്ടാണ് എല്ലാവർക്കും എല്ലാ കാലത്തും നമുക്ക് അതിൻ്റെ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സിനിമയിൽ എപ്പോഴും ഒരു വലിയ കാര്യമുണ്ട്, യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം. തിയേറ്ററിൽ എത്തി നിൽക്കുമ്പോഴും അത് ഹ്യൂമൻ സ്റ്റോറി തന്നെയാണ്. അതിന് ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അതിൽ നിന്ന് വ്യതിചലിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. കമസാരെ വിളിച്ചിരുന്നു, അദ്ദേഹം ഇത് പറഞ്ഞു, ഈ റഹീമിൻ്റെ ആ ഒരു പോയിന്റ് എന്നോട് പറഞ്ഞു. ഇത് ഇപ്പോഴും മലയാളികൾ തന്നെയല്ലേ കേരളത്തിലെ പ്രേക്ഷകർക്ക്. ക്യൂ സ്റ്റുഡിയോയിൽ മഹേഷ് നാരായണൻ സ്വാഗതം. ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്തെടുക്കുന്നു. അതിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ വരുന്നു. ഉറപ്പായിട്ടും അവിടെ ഒരു ഫാൻ ട്രീറ്റ് എന്നുള്ള രീതിയിൽ അതൊരു ഡിഫോൾട്ട് പ്രതീക്ഷയാണല്ലോ. ഇവരൊരു പോസ്റ്ററിൽ കാണുമ്പോഴോ ഒരു ടീസറിൽ കാണുമ്പോഴോ അനൗൺസ്മെന്റിൽ വരുമ്പോഴോ അതൊരു ഡിഫോൾട്ടാണ്. ഇവിടെ ആളുകൾ അത് എക്സ്പെക്ട് ചെയ്യുന്നു. കുറച്ചും കൂടി പറഞ്ഞ ഫാൻ മൊമെന്റുകൾ എന്നുള്ള രീതിയിൽ സിനിമയുടെ പോസ്റ്റ് റിലീസ് വിമർശനങ്ങളിൽ കൂടുതലായി പറഞ്ഞു കേട്ടൊരു ഇതായിരുന്നു, ഈ പറഞ്ഞ ഒരു ഫാൻ ട്രീറ്റ് ഇല്ല, ഫാൻ ഹൈ ഇല്ല, ഫാൻ മൊമെന്റുകൾ വളരെ കുറവാണ്. അത് ശരിക്ക് അതിലുള്ള ഒരു ടേക്ക് എന്താ മഹേഷന്റെ? അല്ല, ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോ കുറച്ചുകൂടെയൊക്കെ നമ്മൾ മാറി വന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റാർസിന് ആക്ച്വലി അതിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം ഇപ്പോൾ സ്റ്റാർസിന് ഇത് ഞാനിപ്പോൾ പോയി കഥ പറയുന്ന സമയത്തും ഇപ്പം ഇത് ഒരു മമ്മൂട്ടി മോഹൻലാൽ സിനിമ എന്നുള്ള ലെവലിലല്ല പോയി കഥ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് എല്ലാവർക്കും നമ്മൾ ഓക്കെ, ഈ ഡാനിയലിലേക്ക് വേണ്ടിയിട്ട് മമ്മൂക്കെ അപ്രോച്ച് ചെയ്യുന്നു. മമ്മൂക്കയുടെ കൺസേൺ മൊത്തം ഇത് ഇത്രയും കുറച്ചുകൂടെ വലിയ സിനിമയാണ്, അതിനെങ്ങനെ നമുക്ക് മൗണ്ട് ചെയ്യണം, കോംപ്രമൈസ് ഇല്ലാതെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അപ്പോൾ ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബാക്കി നീന്ന ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ മൈക്കിളിൻ്റെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, മൈക്കിൾ എന്തായിരിക്കും, ശക്തി ഇമ്പോർട്ടൻ്റ് ആണ്, GPS ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ റഹീം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇങ്ങനെ ഓരോരോ പോയിന്റിൽ നമുക്കിങ്ങനെ ഓരോരോ സ്റ്റേജിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കേളൻ റഹീമിൻ്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു സംഭവം അപ്രോച്ച് ചെയ്ത് നോക്കാം, വെറുതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ടേക്ക്. നമുക്കറിയില്ല എന്നുള്ളത് ഞാനും അത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല പോകുന്നത്. പക്ഷേ ഇത് മൊത്തം ഈ സ്ക്രീൻ പ്ലേ അങ്ങനെ നറേറ്റ് ചെയ്യാണ്. എനിക്കങ്ങനെ ഒരു ക്യാരക്ടർ POV മാത്രം അങ്ങനെ നറേറ്റ് ചെയ്യുന്ന രീതിയില്ല. മൊത്തം കഥ പറയുക, മൊത്തം സ്ക്രിപ്റ്റ് പറയുക. അപ്പോൾ ആ സ്ക്രിപ്റ്റ് മുഴുവൻ കേൾക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചത് ലാൽ സാറിന് ആക്ച്വലി ഈ ഡിസിഡൻസിൻ്റെ സ്റ്റോറി എല്ലാം അറിയാം. അദ്ദേഹത്തിന് ജമാൽ ഖഷോഗ്ജി അറിയാം, അദ്ദേഹത്തിന് അലക്സി നവാലിനെ അറിയാം, അദ്ദേഹത്തിന് കിം ജോങ്ങിന്റെ ബ്രദറിനെ അറിയാം. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ആ പ്രാങ്കിന്റെ എപ്പിസോഡ് വന്നപ്പോൾ ദിസ് ഹാപ്പൻഡ് ഇൻ മലേഷ്യൻ എയർപോർട്ട് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് സർ, കറക്റ്റ്, അത് നടന്നതാണ്. ഓക്കെ, അപ്പോൾ പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി. മരിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും. അതുപോലെ ഈ മ്യൂസിക് ബോക്സിലെ എസ്കേപ്പ്, അത് കാർലോസ് ഗോസിന്റെ ലൈഫിലുണ്ടായിരുന്നൊരു അതും ഒരു ഡിസിഡൻ്റ് ആണ്, കൈൻഡ് ഓഫ് എ ഡിസിഡൻ്റ് ഇൻ എ കോർപ്പറേറ്റ് വേൾഡ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് പുള്ളി പറഞ്ഞു, റഹീമിൻ്റെ ആർക്കും കഴിഞ്ഞിട്ട് പറഞ്ഞു ദിസ് ഇസ്. പിന്നെ ഇതിനകത്തൊരു റഹീമിൻ്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു കൾമിനേഷൻ ഫാക്ടർ ഉണ്ട്. അത് കുറേ കാലമായിട്ട് എന്താ പറയുക, അദ്ദേഹം സിനിമയിൽ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ കുറേ കാലമായി, പക്ഷെ ഈ പടത്തിൽ ചെയ്ത് നോക്കാം അല്ലേ എന്നുള്ളത് പറയാണ്. അപ്പം അതങ്ങനെ നമുക്ക്, കാരണം ഇനി കുറച്ചെങ്കിലും നമുക്കൊന്ന് ഇത് വിട്ടിട്ട് കുറച്ചുകൂടെ ഒരു ഹ്യൂമൻ ആയിട്ടൊന്ന് പോർട്രേ ചെയ്ത് നോക്കാം, എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈ ഫാൻ ട്രീറ്റിനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ട്രീറ്റ് ആയിരിക്കില്ല. പക്ഷെ എന്നാൽ എല്ലാത്തിനും ഇമോഷൻ ഉണ്ട്, എല്ലാത്തിനും ആ പറഞ്ഞ ക്യാരക്ടറിനെല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഡെപ്തും ബാക്ക് സ്റ്റോറിയും എല്ലാം ഉണ്ട്. ബാക്കി എനിക്ക് അതിൻ്റെ കോൺസിക്വൻസസ് നമുക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദി ഡേ ഇത് പറഞ്ഞു വെക്കുന്ന വിഷയം, ആ പ്ലോട്ട് കൾമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുണ്ട്. ഇപ്പോൾ ഒരു ഫൗജി എന്ന് പറഞ്ഞ ആൾക്കൊരു മാർട്ടൈഡം അച്ചീവ് ചെയ്യുന്ന അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ആ മാർട്ടൈഡം പുള്ളി അച്ചീവ് ചെയ്യുന്നുമുണ്ട് പടത്തിനകത്ത്. പക്ഷേ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ രീതിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ഫെയർ ട്രീറ്റ് എന്നുള്ള ലെവലിലായിരിക്കും ചിലപ്പോൾ അതിനെ കാണുന്നത്. പക്ഷേ
നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചില മൊമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പൊ എനിക്ക് അതിൽ തോന്നിയത് ഇവിടെ റഹീമാണ് സ്ക്രീനിൽ വരുന്നത്, ആ എങ്കിലും പുള്ളി പിള്ളേരെ വിളിച്ചുകൊണ്ട് ആ, പോകുന്ന ആ, ആ. അതിലൊരു മുതലാളിത്തം ഉണ്ട്, അതുകൊണ്ടല്ലോ. ഉണ്ട്, 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 അതൊരു ഉണ്ട്, ഉണ്ട്, ഈ പറഞ്ഞ സിനിമാറ്റിക് ഗൂസ് ഉണ്ട്, ബംബ് ഉണ്ട്. ആണ്. പക്ഷെ എന്നാ ക്യാരക്ടറിൽ നിന്ന് ആരും വിട്ട് അത് മാറിയിട്ടില്ല. അത് വ്യതിചലിക്കുന്നില്ല, അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റിക്ക് ഓൺ തന്നെയാണ് ചെയ്തിരിക്കുകയാണ്. പോകുന്നത്. ഈ പറഞ്ഞ പാട്രിയറ്റിന്റെ പോസ്റ്റ് അടിച്ചുള്ള വിമർശനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഉറപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രശ്നമാവുന്നതും അല്ലെങ്കിൽ അതിൽ മറ്റുള്ളവർക്കും ഇതൊരു അപകടകരമായ സംഭവം തോന്നുന്നത് ഇതിലുണ്ടാവുന്ന ഒരു സൈബർ അറ്റാക്ക് ഏരിയയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഫാൻ ഹാൻഡിലുകളിൽ നിന്ന് വരെ കൃത്യമായിട്ട് ഇപ്പോ മഹേഷേട്ടൻ തന്നെ അത് ഡെയിലി ബേസിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കാറില്ല, കാരണം ഞാൻ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ അത് അങ്ങനെ ഒരു പോസ്റ്റ് റിലീസിൽ റിവ്യൂസിൽ ഒരു ഫ്ലിപ്പ് സംഭവിക്കുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ആളുകൾ ഇതിൽ ഈ ഭയങ്കരമായിട്ടൊരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് റിവ്യൂവിനൊക്കെ മുകളിലോട്ട് ഒരു കൈൻഡ് ഓഫ് അറ്റാക്കിങ് ഇതിൽ വരുന്ന സമയത്തേക്ക് അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഒരു മേക്കറുടെ സ്പെഷ്യൽ ട്രെയിനിങ് അങ്ങനെയാണോ? ഇല്ല, ഞാനിത് ഇതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടുള്ള പല ഫിലിം മേക്കേഴ്സിനോടും സുഹൃത്തുക്കളായിട്ടുള്ള പലരും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്, നിങ്ങൾ ചില സമയത്ത് നമുക്ക് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴുള്ള ബാധ്യതയായിരിക്കും. ചിലപ്പോൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു കണ്ടന്റ് പറയുമ്പോൾ, ഇങ്ങനത്തെ ഒരു രീതി പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള സിനിമ ആലോചിച്ചാൽ മതിയല്ലോ, കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നീഷായിട്ടുള്ള സിനിമ, അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ആലോചിക്കാം. പക്ഷേ ഇതൊരു എല്ലാവരും പറഞ്ഞു ഇത് പ്ലോട്ട് ഡ്രിവൺ ആയിട്ടാണ് പടം പോകുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയല്ല. പ്ലോട്ട് ഡ്രിവൺ ആയിട്ടുള്ളൊരു കഥയ്ക്കകത്തോട്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ താരങ്ങളൊക്കെ അഭിനയിക്കാൻ വന്നു എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ലക്ഷറി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം കാരണം അവർ മനസ്സിലാക്കി ഇങ്ങനൊരു സിനിമയ്ക്ക് ഇവരെല്ലാം വന്നാൽ ഈ പടത്തിന് നിങ്ങൾക്ക് സിനിമ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് കിട്ടും. അതാണ് അവർ സത്യം പറഞ്ഞാൽ അതാണ് അവർ ആലോചിച്ചത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ലാതെ ഒരു സിനിമ ചെയ്യും. ഇപ്പം ആരും ആ ഒരു സംഭവം പറയുന്നില്ല. ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു പടം തന്നെ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അതിലേക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും വന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്യും, കാരണം ഞങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പഴത്തെ ലെവൽ എന്ന് പറയുന്ന സാധനം എന്താ പറയുന്നത്, അത് അവരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അവരും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ വരുമോ, ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെയാണോ സംഭവിക്കുന്നത്. അല്ല, അതിൽ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ ഹാൻഡിൽ നിന്ന് വരെ ഈ കൈൻഡ് ഓഫ് ലിഞ്ചിങ് സ്വഭാവത്തിൽ കാണുമ്പോൾ അതിലൊരു കോൺട്രഡിക്ടറി സംഭവം റിലീസിന് തലേദിവസം വരെ ഈ പോസ്റ്റ് ലൈക്ക് മമ്മൂട്ടി മോഹൻലാൽ അത്രയും എക്സൈറ്റഡ് ആയി ഹാപ്പി ആയി പറഞ്ഞ സിനിമയെ കുറിച്ചാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം അവരെ സംബന്ധിച്ചുള്ള അവർ തന്നെ പറഞ്ഞു എല്ലായിടത്തും, ഞങ്ങൾ ഇതിനകത്ത് ഈ പ്ലോട്ടിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. പ്ലോട്ട് ഇഷ്ടപ്പെട്ട് പ്ലോട്ടിന്റെ കൂടെ ഇപ്പൊ ലാൽ സാർ എന്നോട് സംസാരിച്ച മിനിഞ്ഞാന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കറിയില്ല ഇപ്പോഴും ആളുകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ആളുകൾക്ക് ചിലപ്പോൾ മമ്മൂട്ടിയായിട്ടും മോഹൻലാലായിട്ടും ആണോ കാണേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോംബോ വന്നതിൻ്റെയും കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഇവർ ഒരുമിച്ച് വന്നതിൻ്റെയും കൂടെ കൊണ്ടായിരിക്കാം. തിയേറ്ററിൽ പടം കണ്ടു കഴിഞ്ഞ് കിട്ടിയ 2 ടേക്ക് അവേ മൊമെന്റുകളെ കുറിച്ചാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് ടു എക്സിക്യൂഷൻ ആണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഉറപ്പായിട്ടും പടത്തിൽ ഭയങ്കര ഹുക്കെന്ന പോയിന്റ് ആയിരുന്നു ഇൻട്രോൽ ബ്ലോക്ക്. അതിൽ റിവീലിങ്സ് ഉണ്ട്, പല ലെയറിൽ സ്റ്റോറി ടെല്ലിങ് നടക്കുന്നുണ്ട്. ഇതൊരു സിനിമയിൽ ഉൾപ്പെടുത്താം. ഇതിന് സക്സസ് റേറ്റോടെ നിർബന്ധമാണല്ലോ, കാരണം ഈ സാധനം അടിക്കണം. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവർ സെക്കൻഡ് ഹാഫിൽ ത്രിൽഡായി വന്നിരുന്ന് ബാക്കി കാണാൻ കൊടുക്കുന്ന നമ്മൾ ഈ ഇൻട്രോൽ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് പീസിലാണ് ഇരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഈ റിവീലിംഗ് പോയിന്റ്, ഫ്ലൈറ്റ്, എയർപോർട്ട്, ഇതിലെ ലെയറുകളിലെല്ലാം ഈ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് അതിൽ ഹൈ കൊടുക്കുക എന്നുള്ളത്, ഈ ഒരു സീക്വൻസിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ, റൈറ്റിംഗ്, എക്സിക്യൂഷൻ എന്തായിരുന്നു? ഇതിപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത്, എന്താണ് വാട്ട് ഈസ് പെരിസ്കോപ്പ് എന്നുള്ളത് ഞാൻ ഇനി ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്ക് ആ പേര് എന്തുകൊണ്ട് ഉപയോഗിക്കണം, എന്തുകൊണ്ടൊരു ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിനെ പിന്നെ എങ്ങനെ അത് ലൈസൻസ് ചെയ്ത ഒരാളുടെ കുറച്ചുകൂടെ ഒരു പാരനോയിഡത്തിലുള്ള നേച്ചറിലുള്ള ഒരു പടമാണ്. അതെനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വഭാവത്തിൽ മലയാളത്തിൽ അങ്ങനെ കണ്ട് ശീലിച്ച ഒരു നേച്ചറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് അറിയില്ല. സോ എന്താ പറയുന്നത്, ഞാനതിനെ കണ്ടത് പല ഡിസിഡൻസിൻ്റെ കഥ, കുറേയധികം ഡിസിഡൻസിൻ്റെ കഥകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലൈഫിനകത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാനിയൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഞാനെപ്പോഴും ചിന്തിച്ചത്
നമ്മളിപ്പോൾ ചില സമയത്ത് ചില ഐഡിയയിലോട്ട് മാറുമ്പോൾ ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ആ ക്യാരക്ടറാണ് ഇതിനെ ഈ ഒരു പ്രോഗ്രാം ലൈസൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അയാൾക്കുണ്ടാവുന്ന ഡെലമയും കൺഫ്യൂഷനിലുമാണ് ഈ ട്രാവൽ സ്റ്റാർട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ ഡെലമ ഒരു ഒരു വലിയ കൺസേൺ ആണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു രീതിയിൽ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കുറച്ചധികം കൺസ്ട്രെയിൻഡ് ഉണ്ടാവും. കാരണം അവർക്ക് അതിനകത്ത് നിന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എതിരായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ യു കാൺ ജസ്റ്റ് സിറ്റ് ഇൻസൈഡ് ദിസ് ഫോം ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. അത് പറ്റത്തില്ല. യു ഹാവ് ടു മൂവ്, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ആ മൂവിങ് ഏരിയ ആണ് നമ്മളെ ഓൺ ദ റൺ എന്ന് പറയുന്നൊരു സാധനം. അയാളും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചില ആൾക്കാർ, ഇങ്ങനത്തെ ആളുകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ, കാരണം അയാളും ഒരു ക്ലോസ് ടു റിട്ടയർമെൻ്റ് ആണ് അയാളുടെ ലൈഫ്. അപ്പോൾ അതിൽ ഇപ്പോൾ UK ഒരു അസൈലം സീക്ക് ചെയ്യുന്നതാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അസൈലം എന്ന് പറയുന്നതിനകത്തൊരു ഒരു ക്ലോസ് ടു റിട്ടയർമെൻറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ടീച്ചിങ് ജോബ് അവിടെ എടുക്കുന്നു. ആ രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സോഴ്സിൽ നിന്നുകൊണ്ട് നമ്മൾ പിന്നെ പുള്ളിക്കൊരു തിരിച്ചുള്ള ഒരു കംബാക്ക്, ഇപ്പോൾ തിരിച്ചെങ്ങനെ തിരിച്ച് വരണം. അപ്പോൾ ചിലർ പുസ്തകമൊക്കെ എഴുതിയിട്ട് അതിനങ്ങ് മാറി നിൽക്കും. കൂടുതലൊരു ഹിഡൻ ഐഡന്റിറ്റി പോലെ പബ്ലിക്കിലോട്ട് ഹിഡൻ ഐഡന്റിറ്റി അല്ല, അല്ലാതെ തന്നെ പുസ്തകം എഴുതി നിൽക്കുന്നവരുണ്ട്. ആ പുസ്തകം റിലീസാകുമെന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം. ആ പുസ്തകം ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും നടക്കാതെ വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ പുള്ളിക്കൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അതിനകത്ത് ഞാനിതിനെ കണ്ടത് ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം എത്ര പേർക്ക് ജമാൽ ഖഷോഗി അറിയാം, എത്ര പേർക്ക് അലക്സി നവാലിനെ അറിയാം, അങ്ങനെ കുറേ അധികം ഡിസിഡൻസിന്റെ ലെയറുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ആ ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെയറിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ റെഫ്രിജറേറ്റർ മേടിച്ചു. ഈ റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് വെക്കുന്ന വെള്ളത്തിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വളരെ ഗ്രാജുവലി നിങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾ ആ വെള്ളം കുടിച്ച എല്ലാവരോടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു കൺസേൺ ഉണ്ടാവും, അത് ഷെയർ ചെയ്ത ആൾക്കാർക്കുണ്ടാവും, അത് ആ വീട്ടിൽ വന്ന് ആ വെള്ളം കൊണ്ട് ഉപയോഗിച്ച എല്ലാ പ്രോഡക്ട്സിനോടും നിങ്ങൾക്ക് കൺസേൺ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു മൊത്തത്തിലൊരു ഡിഫൻസ് ആപ്ലിക്കേഷൻ ആക്ച്വലി. അതായത് അത് പുള്ളി നിർമ്മിച്ചൊന്നുമല്ല, പുള്ളി അത് സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് ആ ഒരു ഡെലമ ഉണ്ടാവും. അത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു രീതിയിലേക്ക് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് അറിയുമ്പോൾ അപ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ വേണം. ആ ഇൻസ്റ്റൻറ്റ് റിയാക്ഷനാണ് ആക്ച്വലി പുള്ളി ഫ്ലൈറ്റിനകത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം പുള്ളിക്ക് ഉറപ്പില്ല UK ലാൻഡ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല. കാരണം ഹി ഹോൾഡ്സ് എ സർട്ടൻ കൈൻഡ് ഓഫ് പൊസിഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ പവർഫുൾ ആണെന്ന് വിശ്വസിക്കുന്ന പല ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്ന പലരും പവർലെസ് ആണ്. ബിക്കോസ് ദേ കാൻ ടോക്ക്, അവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അൺലെസ് ആൻഡ് അണ്ടിൽ ദേ ആർ ലൈക്ക് ഒരു ലിബറേഷൻ ഉണ്ടാവുന്ന സമയം. അപ്പോൾ ആ ലിബറേഷൻ പോയിന്റ് ആണ് അവിടെ കണ്ടത്. പിന്നീട് എന്താ പറയുന്നത്, പിന്നീട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പം എല്ലാവരും ഈ കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? കാരണം ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു ടോപ്പിക്കാണോ എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടല്ലോ ഒരുപാട് പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ പടത്തിൻ്റെ പ്രോഗ്രഷൻ്റെ ഇടയിൽ, ഷൂട്ടിൻ്റെ പ്രോഗ്രഷൻ്റെ ഇടയിൽ ആക്ച്വലി ഞാൻ ഈ പടത്തിൽ പറഞ്ഞ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, കറണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രൈവറ്റൈസേഷനിൽ പോകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ദർ ഇസ് എ സ്പെസിഫിക് പ്രോഗ്രാം. ആ പ്രോഗ്രാം ഇന്ന് നമ്മുടെയൊക്കെ ഫോണുകളിലുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് ആളുകൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മാൻഡേറ്ററി ആക്കണം എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തിനെ ചില എന്താ പറയുന്നത്, ചില മൊബൈൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ല പറയുന്നത്, മാനുഫാക്ചറേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കത് ഡീഫോൾട്ടായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇതൊരു കോമൺ മാൻ ഇഷ്യൂ ആണ്. ഈ കോമൺ മാൻ ഇഷ്യൂ ആണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇത്രയധികം ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്നൊരു രാജ്യം വേറെ എവിടെയുള്ളത്? വേറെ ഒരിടത്തും ഇല്ലല്ലോ. ഇങ്ങനെ ഇത്രയും എന്ന് വെച്ചാൽ വളരെ ചെറിയ ബൾക്കാണ്, വളരെ ചെറിയ പൈസയ്ക്കല്ലേ ഇത് കിട്ടുന്നത്. അപ്പം അതിനകത്തൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഇത് നമ്മളുടെ പ്രോഡക്റ്റ് ആണോ
എന്താണിത് ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ ടേക്ക് അവേ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ ടേക്ക് അവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു തിരിച്ച് പോയി കഴിഞ്ഞിട്ട് ഈ പടത്തിൻ്റെ ഇമ്പാക്റ്റ് ആണെന്നൊന്നും ഞാൻ അതിനെക്കുറിച്ചല്ല അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് തിരിച്ച് പോയി കഴിഞ്ഞ് രാത്രിയിൽ ബെഡ് സൈഡിൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടു, ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും കുറച്ച് നേരം ഒരു സ്ക്രോളൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ നോക്കി ഒക്കെ കുറച്ച് കണ്ടന്റ് ഫീഡൊക്കെ കണ്ടിട്ടാണല്ലോ കിടക്കുന്നത്. പക്ഷെ എന്തോ ഒരു സംഭവം ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്ന് കൺസേൺഡ് ആക്കി. ആൻഡ് ദേ വെൻറ്റ് ഇൻ ടു ദെയർ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കി. ആ സമയത്ത് അവർ ചുമ്മാ നോക്കി ഇതിൻ്റെയൊക്കെ പെർമിഷൻസ് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് അവർ കൺസേൺഡ് ആയത്. ഇതിനകത്ത് ഞാൻ ഗാലറി കൊടുത്തിട്ടുണ്ട്, ഞാൻ കോണ്ടാക്ട്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ക്യാമറ ആക്സസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ മൈക്രോഫോൺ ആക്സസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ചില ആപ്ലിക്കേഷൻസ് അവർ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് എ ടേക്ക് അവേ ഫോർ മീ. കുറേ ആളുകൾ പറഞ്ഞു ലാപ്ടോപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന മനുഷ്യർ ലാപ്ടോപ്പ് അടച്ചു വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു ഞാൻ പറയുന്നത് ഇതൊരു ലാർജർ പിക്ചറിലേക്ക് ഞാൻ ഇതിനെ കാണുന്നത് എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിത് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പോകുന്നത് എന്തുകൊണ്ടാണ്. കാരണം ഇത് ടാർഗറ്റ് ഇപ്പം ഇതിനകത്ത് മൈക്കിൾ പറയുന്നൊരു ലൈനുണ്ട്, ഷെയിം ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. അതൊരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ലൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിഡിൽ ക്ലാസ്സിനെയും ലോവർ മിഡിൽ ക്ലാസ്സിനെയും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം അതാണ്. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും ഇപ്പം ഞാൻ ഇപ്പോൾ പല സൈബർ സ്റ്റേഷനിൽ പോകുമ്പോഴും അവർ പറയുന്നത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇതിന് സൊല്യൂഷൻ ഇല്ല. കാരണം അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അവർക്കൊരു എന്താ പറയുന്നത്, ഇങ്ങനൊരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട്, ഈ ഇപ്പം ഇതിനകത്ത് പലരും പറയുന്നത് ഫോൺ ഈസ് കോംപ്രമൈസ്ഡ്. സോ എന്താണ് ഈ ഫോൺ ഈസ് കോംപ്രമൈസ്ഡ്? അല്ല, ഫോൺ വേറൊരാൾ നിരീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനൊരു ഇനീഷ്യൽ ഐഡിയ തൊട്ടുള്ള ഒരു ജേർണി ഉറപ്പായിട്ടും ഈവൻഫുൾ ആണെന്ന് അറിയാം. അതിന്റെ ഈ പറഞ്ഞ ലെങ്തി ആയിരിക്കാം. അതിൽ ഒരു സ്ക്രിപ്റ്റ് മൗണ്ട് ചെയ്യുന്നത്, അതിലൊരു ഫൈനൽ ഡിസിഷൻ വരില്ല ഓരോ സീനിലും, അല്ലെങ്കിൽ ഒരു ഫൈനൽ ബൗണ്ടഡ് സ്ക്രിപ്റ്റില് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ, ഇതാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനുകള്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് ഉറപ്പിക്കുന്നത്. ഉറപ്പായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് സിനിമയുടെ ഭാഗമാവുന്നു. ഇത്രയും വലിയ സ്കെയിലാണ്, ലൈക്ക് ഒരു 2 ബിഗ് സ്കെയിലാണ്, ഫിലിമോഗ്രഫിയിൽ തന്നെ ഏറ്റവും വലിയ സ്കെയിൽ ഇവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു എഴുത്തിൽ ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്, അത് അച്ചീവ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചില ഇൻസിഡൻസ് ആണ് ട്രിഗർ ചെയ്യുന്നത്. ചില ഫ്രീ ബി സ്കീമിൽ, ഇപ്പോൾ ഫ്രീ ബി സ്കീമിൽ ഫോൺസ് കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്സ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല ആപ്ലിക്കേഷൻസും നമുക്ക് ഭയങ്കര അലാമിംഗ് ആയിട്ട് തോന്നും. വാങ്ങുന്ന ആൾക്കാർക്ക് ആരും അങ്ങനെ ടെക്കി ആൾക്കാരൊന്നുമല്ല. ഇത് മറ്റേ ഇത് നമ്മൾ ജെയിൻ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഫോർമാറ്റ് ചെയ്ത് ഇത് വേറെ രീതിയിലേക്ക് മാറ്റി പുതിയ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന മനുഷ്യരല്ല. എന്താണോ ഡീഫോൾട്ട് സെറ്റിംഗ് അത് ഉപയോഗിക്കുകയാണ്. അവിടെ കണ്ട ചില കാഴ്ചകൾ, അവിടെ കണ്ട ചില സിറ്റുവേഷൻസ് നമുക്ക് ട്രിഗർ ചെയ്യും. ഓക്കെ, ഇത് പറയേണ്ട ഒരു കാര്യമാണല്ലോ, ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ഇന്നിപ്പോൾ വളരെ വലിയ ശക്തിയായിട്ട് പറയുന്ന ഒരു രാജ്യം, ഞാൻ ആ രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ ബിക്കോസ് ആ രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക യുദ്ധങ്ങൾക്കൊക്കെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു പ്രോഗ്രാം, ഈ പറഞ്ഞ ആ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക ആ പ്രോഗ്രാമിൻ്റെ അനലിറ്റിക്സ് ആണ് ഇതിലോട്ട് മാറുന്നതെന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയി മാറി. ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇപ്പോഴും ഉണ്ട്, നടക്കുന്നുണ്ട്. ഒരു സമയത്തൊക്കെ ഉള്ള IPL പരസ്യങ്ങൾ മുഴുവൻ ഇവരുടെയൊക്കെ ഇത്തരം സംഭവങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു. എൻഡോസ് ചെയ്യുന്നത് ഒരു വലിയ സെലിബ്രിറ്റീസ് ആണ്, വലിയ ക്രിക്കറ്റേഴ്സാണ്. അവരെ കുറ്റമല്ല ഞാൻ പറയുന്നത്, അവർക്ക് അറിയില്ല ചിലപ്പോൾ ഇതിൻ്റെ എന്താണെന്നുള്ളത്. പക്ഷേ ഇതിനെ നമ്മൾ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരുടെയും പ്രശ്നമാണ്. ഇതാരും അറിയുന്നില്ല. കാരണം ചിലർക്ക് ഇത് നാണക്കേട് കൊണ്ട് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് ഇത് കാരണം നമ്മൾ ഈ എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാത്തിനെയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വിട്ട് പോവാണ്. സോ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സോ ആ ഒരു ട്രിഗറിലാണ് ഇതിൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ വെൻ ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ദിസ് ഇസ് ദ റീസൺ, ഇത് എവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെ ആ ഓർഗനൈസേഷൻ, ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ ഒരു പാരൻ്റ് ഓർഗനൈസേഷൻ, നമുക്കുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ദേ ആർ എക്സ്പ്ലെയിനിങ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ്സ് ഹാപ്പനിങ്, ഇത് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു പ്രോട്ടോഗോണിസ്റ്റിനെ ഉണ്ടാക്കാം. സോ ആ പ്രോട്ടോഗോണിസ്റ്റ് വെൻ ഇറ്റ് ബിക്കംസ് ഒരു കുറച്ചൊരു ഡിസിഡൻ്റ് ആയിട്ട് മാറുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ തൊട്ട് പുള്ളി ഇങ്ങനെയുള്ള പല ഡിസിഡൻസും പല രാജ്യങ്ങളിലും ജീവിച്ചിരിപ്പില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പലരും, ഇപ്പം ഞാൻ അശോക്ജിയുടെ കാര്യം പറഞ്ഞു, നവാലിയുടെ കാര്യം പറഞ്ഞു, ആരും ജീവിച്ചിരിപ്പില്ല. എല്ലാവരും പല രീതിയിൽ മരണപ്പെട്ടവരാണ്.
പക്ഷെ ഒരാൾ മരണപ്പെടാതിരുന്നാൽ, ഒരാൾ തിരിച്ച് ആ മരണത്തിനെ അതിജീവിച്ച് തിരിച്ച് വരാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ തോട്ട്. ആ തോട്ടിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഉള്ളപ്പോൾ അതിനകത്തുനിന്നൊരു മെയിൻ സ്ട്രീം സിനിമ പറയാൻ പറ്റുമെന്നുള്ളത് പിന്നീട് ഉണ്ടാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഒരു രാജ്യം, ഈ പറഞ്ഞ ആ രാജ്യം പേര് പറയാൻ പറ്റത്തില്ല, അവരുടെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ, അത് ലൈക്ക് ഭയങ്കര ത്രെറ്റ് ആയിരുന്നു. അത് ഒരു കംപ്ലീറ്റ് ലെവലിൽ ഒരു പ്രാക്ടീസിൽ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു ത്രെറ്റാണ്. പല റൈറ്റ് വിങ് രാജ്യങ്ങളും ഇത് സപ്പോർട്ട് ചെയ്തവരുണ്ടായിരുന്നു. കൈൻഡ് ഓഫ് ഒരു റൈറ്റ് വിങ് മാത്രം ഞാൻ പറയുന്നില്ല, പല ആൾക്കാരും, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. ബിക്കോസ് അതിന്റെ അതിനൊരു നല്ല വശങ്ങളുണ്ട്. ഡിഫൻസ് പരമായിട്ടും ഇന്റേണലി അതിനുള്ള മറ്റേ ഏരിയ ഉണ്ട്. കൈൻഡ് ഓഫ് ത്രെറ്റ് ടു ഡെമോക്രസി ആയിരുന്നല്ലോ ഈ സാധനം വൺസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന്റെ വ്യാപ്തി വലുതാണല്ലോ. ഒറിജിനൽ ഇൻസിഡന്റ് ഇത്രയും രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാവുന്നത്. അത് നമ്മുടെ നാട്ടില് ഒരു കേന്ദ്രമന്ത്രി, അയാളുടെ മകൻ അതിലോട്ട് ഒതുക്കുന്ന സമയത്തേക്ക് ഇതിന്റെ ഈ ഡെപ്തോ വ്യാപ്തി കുറയുന്ന പോലെ അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു എഴുത്തില്? നമ്മള് ജീവിക്കുന്ന സ്ഥലത്ത് നമുക്കിത് പറയേണ്ട വിഷയത്തിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു സംഭവത്തിനെ നമ്മളിതിനെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് നിന്നുകൊണ്ട് പറയുന്ന സമയത്ത് നമ്മൾ ചില റെപ്രസെൻറ്റേഷൻസ് ആണ്. അതിപ്പം ഇന്ന തരത്തിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചില ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻസ് സിനിമ കണ്ട് ഇറങ്ങുന്നവർക്ക് വായിച്ചെടുക്കാം. പക്ഷെ അല്ലാത്ത രീതിയിൽ നമ്മളൊരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് നമ്മളിത് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നൊരു, കാരണം ഇതൊരു എന്താ പറയുന്നത്, നമ്മളെപ്പോഴും നമ്മൾ നോക്കുമ്പോഴും ഇതിൻ്റെ മിസ്യൂസ് നടക്കുന്നതിനകത്ത് എല്ലായിടത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ആ മിസ്യൂസിനെ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അത് പവർഫുൾ എന്ന് പറയുന്നത് എന്ത് രീതിയിലാണ് പവർഫുൾ എന്ന് പറയുന്നത്? നമ്മൾ ഒരു കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ തരത്തിൽ ഇതിനെ മാറ്റാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ആ കമ്പനിക്ക്, ആ ടെക് കമ്പനിയും ഒരു റെപ്രസെന്റേഷൻ ആണ്. അതുപോലെ എത്രയോ ടെക് കമ്പനികൾ നമുക്കറിയാം. പക്ഷെ ഒരു തരത്തിൽ ഒരു സാധനം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായാലല്ലേ ഇത് കണക്ട് ആവത്തില്ലല്ലോ. ഈ സിനിമയില് ഭയങ്കര രസമുള്ള ലൈക്ക് ഒരു സിനിമാറ്റിക് എലമെന്റ്സ് മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ രസമുള്ള സംഭവമായിരുന്നു ഈ ഒരു ഓൾഡ് സ്കൂൾ ഫൗജി പരിപാടി എന്നുള്ളത്. അത് കൈൻഡ് ഓഫ് ഭയങ്കര തിയേറ്റർ മൊമെന്റ് ആയിരുന്നു. കാണുന്നവർക്ക് ചിരിൽസ് ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലയളവിൽ നമ്മൾ കണ്ട് ശീലിച്ച ടെക്നിക്കലി പല കാര്യങ്ങളെയും തരണം ചെയ്യുന്നിടത്താണ് ഒരു ഓൾഡ് സ്കൂൾ ആയ രണ്ട് ഒഫീഷ്യൽസ് അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ കാര്യങ്ങൾ കാണുന്നു, അവരെങ്ങനെ അവരുടെ സെൽഫ് ഡിഫെൻസ് സെറ്റ് ചെയ്യുന്നു. അത് പ്രോപ്പർ സിനിമാറ്റിക് മൊമെന്റ് ആയിരുന്നു. ഈ എഴുത്തിൽ ഈ പറഞ്ഞ ഇത്രയും വലിയൊരു കോണ്ടന്റ് പറയണം, ഒപ്പം തന്നെ പ്യുവർലി സിനിമാറ്റിക് ആയിരിക്കണം. കാരണം കാറ്റർ ചെയ്യുന്ന അത്രയും വലിയ ഓഡിയൻസിലോട്ടാണ്. അത് ശരിക്കും ഒരു ചലഞ്ചാണോ, ഈസി ആണോ ടാക്കിൾ ചെയ്യാനായിട്ട് എഴുത്തിൽ? ഇതിനെ തുടക്കം മുതൽ നമ്മൾ ആലോചിക്കുമ്പോൾ മുതൽ ഇതിനകത്ത് ഡാനിയൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും റഹീം എന്ന് പറഞ്ഞ ക്യാരക്ടറിനും അവർക്കൊരു ഓൾഡ് സ്കൂൾ ടെക്നിക് ഉള്ള രണ്ടുപേരായിട്ടുള്ളതായിട്ടാണ് എല്ലാവർക്കും എല്ലാ കാലത്തും നമുക്ക് അതിൻ്റെ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഈ വാട്സപ്പൊക്കെ എന്തൊക്കെ എൻക്രിപ്റ്റഡ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ എന്താ ശരിക്കും ഇതൊക്കെ എവിടെയോ സ്റ്റോർ ചെയ്യപ്പെടും. സോ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇതെവിടെയെങ്കിലും പോയി നമുക്കിതിനെ ഡിഗ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കാണുന്നത് ഓൾഡ് സ്കൂളിലുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ എൻക്രിപ്ഷനൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ആളുകൾ ഇത് കണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വെറുതെ ഒരു ചെറിയൊരു ഡിവൈസ്, ഒരു മോസ്കോഡ് വെറുതെ ഒരു റേഡിയോയുടെ എടുക്കാനായിട്ട് ഇത്ര സമയം മതി. ആക്ച്വലി അവർക്ക് അത്രയും സമയം മതി, അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു SOS കൊടുക്കാനായിട്ട്. ഇപ്പം അതിനകത്തും ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ജെർമിയ ഡെന്റ് എന്ന് പറഞ്ഞ ആളുടെ ഒരു റെഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി റിയൽ. കാരണം അയാൾ ആ വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് ക്യാപ്ചർ ചെയ്യപ്പെട്ട ഒരു സോൾജർ ന്യൂസ് ഫുട്ടേജാണ്, ന്യൂസ് ക്യാമറയാണ്, അത് ഫിലിം ക്യാമറയാണ്, ഡിജിറ്റൽ ക്യാമറ പോലും അല്ല, ഫിലിം ക്യാമറ. കാരണം അത് പ്രോസസ്സ് ചെയ്ത് എത്തുമ്പോഴേക്കും സമയം എടുക്കുമെന്ന് അറിയാവുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും കോൺവെർസേഷൻ്റെ ഇടയിൽ പോലും അയാളത് അത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയുള്ള പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ അഭിനന്ദൻ രാമാനുജൻ ആക്ച്വലി അയാൾ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റീവ് ആവുന്ന സമയത്ത് അയാളുടെ ഇന്റർവ്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നും. ഇതെന്താണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് തോന്നും. അതൊക്കെ
ചില ടാക്ടിക്സ് ആണ്, അത് ചില ഓൾഡ് സ്കൂൾ ടാക്ടിക്സ് ഇന്നും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു മൊമെന്റ് ആയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക്. എന്താ ശരിക്കും മഹേഷേട്ടൻ്റെ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ്? അതായത് ഈ പറഞ്ഞ ഇപ്പോൾ പല രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നു, അല്ലാതെ 2007 മുതലുള്ള ഒരു ഇൻഡിപെൻഡന്റ് എഡിറ്റർ ജേണിയും കൂടി ഉണ്ടല്ലോ സിനിമയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട്. അതിൽ തന്നെ വലിയ സിനിമകൾ സംഭവിക്കുന്നുണ്ട്. കമൽഹാസനായിട്ടുള്ള കൊലാബറേഷൻ ഭയങ്കര രസമുള്ള ലാൻഡ് മാർക്കാണ് കരിയറിലെ. എവിടെയാ സിനിമ ഹിറ്റ് ചെയ്യുന്ന അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു വിഷ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആയിരിക്കാം, ഒരു സീക്വൻസ്. എനിക്കൊന്ന് കുറച്ചുകൂടെ മനുഷ്യരുടെ കഥ പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇമോഷണൽ ആസ്പെക്റ്റിലുള്ള ഒരു കഥ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ചിലൊരു ഹൈ ഉണ്ടല്ലോ. അതിപ്പം ഡിപ്പെൻസ് ഓൺ ഇപ്പോൾ ടേക്ക് ഓഫ് തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയ കഥകൾക്ക്, അതായത് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയ കഥകൾക്കെല്ലാം ഹ്യൂമൻ സ്റ്റോറി തന്നെയാണ്. അതിപ്പം പീരിയഡിൽ എത്തി നിൽക്കുമ്പോഴും അത് ഹ്യൂമൻ സ്റ്റോറി തന്നെയാണ്. അതിന് ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അതിൽ നിന്ന് വ്യതിചലിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അത് ഹ്യൂമൻ സ്റ്റോറി തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ തോത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കൂടിയും കുറഞ്ഞും, ചിലപ്പോൾ കുറച്ചുകൂടെ വേറൊരു വിഷയമായിരിക്കും പറയുന്നത്, ചിലപ്പോൾ വേറൊരു കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമായിരിക്കും. ക്യാരക്ടേഴ്സ് എല്ലാം കുറേ കൂടെ കോംപ്ലക്സ് തന്നെയാണ് എല്ലാ കാലത്തും. ഇപ്പം പീരിയഡിലേക്ക് വരുമ്പോൾ ഡാനിയൽ ഈസ് വെരി കോംപ്ലക്സ്. അത് ആ കോംപ്ലക്സിറ്റി മനസ്സിലാക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടാണ് പുള്ളി അത് പോർട്രേ ചെയ്തിരിക്കുന്നുള്ള അറിയാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫഹദിനെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു കുറേ കൂടെ ഗ്രേ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കുറേ കൂടെ ബ്ലാക്കിലോട്ട് പോകുന്ന ഒരു മനുഷ്യനെ, ഫഹദിനെ ഞാൻ പോർട്രേ ചെയ്തിട്ടില്ല. ഞാനിതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. സോ അതെനിക്കൊരു, പക്ഷേ അത് അതിനകത്തും ഭയങ്കര കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മൈക്കിളും ഡാനിയലിനും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ കോംപ്ലക്സ് നേച്ചറിനകത്ത് തന്നെ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. സ്പേസും പിന്നെ അത് മാത്രമല്ല, അവർക്ക് വിളിച്ചു പറയാനുള്ള ധൈര്യമില്ലായ്മ പ്രശ്നം. ഒരാൾക്ക് ആ ധൈര്യം വന്നു, പക്ഷെ മറ്റൊരാൾക്ക് ആ ധൈര്യം ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു സ്പേസ് ഇപ്പോഴത്തെ സ്ത്രീകൾക്കാണെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രേവതി ചേച്ചിയുടെ ക്യാരക്ടറിനും ഈ പറഞ്ഞ പോലെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, പക്ഷെ അവർക്കത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സാധനത്തിന് മുമ്പ് അവർക്ക് സംഭവിച്ചു പോയ ഒരു ക്ലോഷർ, അതിനെ പിന്നീട് ഒരു സ്കൂൾ കുട്ടിയാണ് ആക്ച്വലി അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയിമിനെ മറികടക്കുന്നത് ഒരു വളരെ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു മൈനർ ആണെന്നുള്ളത് പറയുമ്പോൾ അതൊരു വലിയ പോയിന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആളുകൾ ചിലപ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എനിക്കറിയില്ല. അത് കാസ്റ്റിംഗിൽ എനിക്ക് തോന്നുന്നു, ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നു, ഉറപ്പായിട്ട് താരങ്ങൾക്ക് വേണ്ടിയല്ല എഴുതുന്നത്. ഇതിലൊരു കാസ്റ്റിംഗ് പോയിന്റിൽ ആൾക്കാരെ പിക്ക് ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞാൽ ഇതിൽ ഓഡ് വൺ ആയി ആരും നിൽക്കരുത്, ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സിനെ കിട്ടണം എന്നുള്ളത് അതൊരു ലോങ് പ്രോസസ് ആയിരുന്നു ശരിക്കും. കുറച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. കാരണം ഡാനിയലും ഈ പറഞ്ഞ പോലെ ഐഷയും തമ്മിലുള്ളതും ഒരു കൺവീനിയൻറ്റ് റിലേഷൻഷിപ്പ് അല്ല. ബിക്കോസ് അയാൾക്കൊരു അസൈലത്തിന്റെ സമയത്ത് കിട്ടിയ ഒരു കംഫർട്ട് സോൺ എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഷെൽട്ടർ കൊടുത്തൊരു ആളെന്നുള്ള ലെവലിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതിനുള്ള സ്പേസ് നമുക്കില്ല. കാരണം നമുക്ക് കാരണം നമ്മൾ പ്ലോട്ടിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യാനും പറ്റത്തില്ല. അതിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെ അതിനെ എംബ്രേസ് ചെയ്യാം, അവർക്ക് ആ ഒരു ഏജ് ഗ്യാപ്പിൽ ഉള്ള ആളുകൾക്ക് എങ്ങനെ ആ ഏജ് ഗ്യാപ്പൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനൊന്നും ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും. ഓഡിയൻസ് എക്സ്പെക്ടേഷനിൽ റിലീസിന് മുന്നേ ഈ ബോൺ സീരീസ്, ബോൺ ലെഗസി, അൾട്ടിമേറ്റ്, ഇതെല്ലാം ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ കൈൻഡ് ഓഫ് സ്പൈവേഴ്സ് പടങ്ങൾ ആളുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്തരം ഡിസ്കഷൻസ് അത് കാണാറുണ്ടോ? ഞാനതൊന്നും കാണാറില്ല. കാരണം ഞാനിത് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് നോട്ട് എ സ്പൈ ഫിലിം. അതെ, ഫസ്റ്റ് ഇനീഷ്യലി റിലീസ് തലേദിവസം എല്ലാവരും ഇതൊരു എസ്പിയോണേജ് ജോണറിലെ കംപ്ലീറ്റ് സ്പൈ പടം. ഇത് അങ്ങനത്തെ സ്പൈ അല്ല. കാരണം ഇപ്പോഴും ചില ആൾക്കാർ റിവ്യൂലൊക്കെ ഇത് എസ്പിയോണേജ് ഫിലിം എന്ന് പറയുന്നുണ്ട്. അവർക്ക് അതിന്റെ ഡെഫിനേഷൻ ചിലപ്പം കിട്ടാത്തോണ്ടായിരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ബേസിക്കലി ഒരു ഡിസിഡന്റ് ഓൺ ദ റൺ. അങ്ങനത്തെ ഒരു മനുഷ്യൻ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അയാളുടെ ഒരു ഓട്ടം, ആ ഓട്ടത്തിന് എൻഡിൽ ആരൊക്കെ നിൽക്കുന്നു അയാളുടെ കൂടെ, അതെങ്ങനെ അയാൾ അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലൈൻ തന്നെയാണ് ഈ പടത്തിനകത്തുള്ളത്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ പേസിൻ്റെ സ്വഭാവമുണ്ട്. കാരണം ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ പേസ് പോലെ അല്ല ഈ പടം പേസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ പേസ്ഡ് അപ്പ് ആണ്, കുറച്ചുകൂടെ റേസി ആയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ വെസ്റ്റേൺ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു നേച്ചർ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ
കാരണം അത് ആ പ്രിമൈസിൻ്റെ ഒക്കെ വരുന്ന ഒരു നേച്ചറാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയും വലിയൊരു സിനിമ, ഇതിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് ഉറപ്പായിട്ട് ഇനീഷ്യൽ ഐഡിയയിലും ഇത് അറിയാമായിരുന്നു. ഇത് വലിയ സിനിമയാണ്, ലെങ്തി ആയിരിക്കും സിനിമ എന്നുള്ളത്. ഇതിലൊരു എഡിറ്റർ എടുക്കുന്ന ടേക്കുകൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 3 മണിക്കൂറിലായി ഈ ഫസ്റ്റ് കേട്ടും തോന്നുന്നില്ല. ആയിരുന്നോ? അല്ല, ഏതാണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെയൊക്കെ ഒരു അധികം ഒന്നും പോയിട്ടില്ല. 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 എനിക്ക് അതാ പറയുന്നത്, ഇപ്പൊ ഒരു എഡിറ്റർ, റൈറ്റർ, ഡയറക്ടറിലെ അതിനെ സെറ്റ് ചെയ്യുന്നത്. അല്ല, സിനിമ ടോട്ടാലിറ്റിയിൽ എനിക്ക് തോന്നുന്നു 255 എങ്ങനെയാണ്, ബാക്കി ക്രെഡിറ്റ്സും എല്ലാം കൂടെ വരുന്നതാണ് വരുന്നത്. പക്ഷെ അപ്പം അതുപോലെ തന്നെ നമുക്കറിയായിരുന്നു ഇത് ഒരു 250-255 ആണ് ഇതിന്റെ ലെങ്ത് എന്നുള്ളത്. പിന്നെ അത്രയ്ക്കുള്ള പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് കയറാനുള്ളൊരു താമസം. പക്ഷെ ആ കയറാനുള്ള താമസം എന്ന് പറയുമ്പോൾ ആ സ്റ്റാർട്ടിങ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ഇത് കണക്ട് ആവില്ല. എന്താണ് ഈ വിഷയം പറയുന്നത് മനസ്സിലാക്കണം. അത് തുടങ്ങി കിട്ടുന്ന സമയത്ത് അത് ഹൂക്കായി കഴിഞ്ഞാൽ ദെൻ പീപ്പിൾ വിൽ ലൈക്ക് ഗെറ്റ്. പിന്നെ ആൾക്കാർക്ക് ലെങ്ത് ഒരു പ്രശ്നമായിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുവേ ലെങ്ത്തിനെ വിമർശിക്കുന്ന പോലെ ഇതിൽ മെൻഷൻ വന്നിട്ടില്ല. എനിക്ക് അതിൽ രസമായി തോന്നിയത് അങ്ങനെ ആളുകൾ ചിന്തിക്കാത്തതിന്റെ റീസൺ ഈസ് ബാക്ക് ടു ബാക്ക് ഈവൻഫുൾ സീനുകളാണ്. ആളുകൾ ഇങ്ങനെ ഐഡിയൽ ആയിരുന്നിട്ട് ഇതിനെ പറ്റി ആലോചിക്കാൻ സമയം എടുക്കുന്നത് ഓൺ ദ ജേർണിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഫ്റ്റർ പേട്രിയറ്റ് ഉറപ്പായിട്ടും ഇനിയുള്ള കരിയറിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ടാവുമല്ലോ. അതിൽ മഹേഷ് നാരായണൻ എന്ന ഫിലിം മേക്കർ ഇനിയുള്ള ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തേണ്ട ഒരു വേറെ തരത്തിലോട്ട് കരിയറിനെ ലിഫ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടോ? കാരണം ഈ പറഞ്ഞ എല്ലാ സ്കെയിലിലും സിനിമ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്കെയിൽ തന്നെയാണ്. ഉറപ്പായിട്ടും അതിൽ വ്യത്യസ്ത സിനിമകൾ വരുന്നുണ്ട്, വ്യത്യസ്ത ഹ്യൂമൻ സ്റ്റോറീസ് വരുന്നുണ്ട്. ഇനി എന്താണ് ഇനിയുള്ള ഡിസൈനിങ്? ഈ പറഞ്ഞ പോലെ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന കഥകൾ, ഇൻസ്പയർ ചെയ്യിക്കുന്ന ഐഡിയാസ്, അങ്ങനത്തെ സാധനങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഫോം തന്നെ മാറ്റാം, ചിലപ്പം പല തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് മാറാം. എല്ലാം ഓരോ തരത്തിൽ നമ്മൾ കുറെ കൂടെ നമ്മൾ എന്താ പറയുക, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അടുത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ടേക്ക് അവേ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഒരു ടേക്ക് അവേ ഉണ്ടാവില്ല. ആ ടേക്ക് അവേന്ന് നമുക്ക് വേറെ ചില കാര്യങ്ങൾ. പിന്നെ സിനിമയിൽ എപ്പോഴും ഒരു വലിയ കാര്യമുണ്ട്, യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം. അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊരു ഫാക്റ്റാണ്. കാരണം നമ്മൾ ഈ പടം എന്താണോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പടം നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് പറയും ഓക്കെ ഈ സമയത്ത് റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സമയത്താണ് ആൾക്കാർ കാണേണ്ടത്. അതിനകത്ത് നിന്ന് അതിനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് റിലവൻസ് കൂടിയ ടോപ്പിക്കുകൾ ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ടോപ്പിക്കിനെ ഈ പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ നേച്ചർ ചിലപ്പോൾ മാറാം. ആ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് മാറുന്നത്, അല്ലാതെ ഒരു ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ആ വിഷയത്തിൻ്റെ നേച്ചറിനകത്ത് ഈ ഒരു ഗ്രാഫ് വരും. അതായത് ഓക്കെ, ഇത് പറയുമ്പം എന്താണ് ഇതിന്റെ ടേക്ക് അവേ, ഇത് എന്തിനു പറയണം. ഇപ്പൊ പേട്ടിയിട്ട് പോലും പലരും എന്നോട് ആദ്യം ടൈറ്റിൽ ഇട്ട സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഈ നിങ്ങളുടെ പടത്തിന്റെ ടൈറ്റിലാണോ പേട്രിയറ്റ് എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് സിനിമ കാണുന്നവർ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് അങ്ങനെ വിളിക്കുന്നുള്ളത്. അതൊക്കെ പലരും പിന്നീട് എനിക്ക് പറഞ്ഞവരുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്താണ് ഇതിന്റെ. അപ്പോൾ അങ്ങനെ കുറെ കണക്ട് ചെയ്ത് വരട്ടെ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സിക്യൂഷൻ പാർട്ടിലും കൂടെ ചലഞ്ചുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ ഈ പറഞ്ഞ പോലെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടടുത്ത് ഇത് റിവീൽ ചെയ്യാത്ത പോലെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണം. മൾട്ടിപ്പിൾ ലൊക്കേഷനുകൾ, ഈ പറഞ്ഞ ഡൽഹി ഷൂട്ട് ചെയ്യുന്നുണ്ട്, UK പോകുന്നുണ്ട്, ശ്രീലങ്കയുണ്ട്. ഇത് അത്രയും വാസ്റ്റ് ഒരു പ്ലേ ഗ്രൗണ്ട് ഒരു മേക്കർക്ക് കിട്ടുന്നു. അവിടെ എക്സ്പ്ലോർ ചെയ്യുക, വേണ്ടതെല്ലാം എടുക്കുക എന്നുള്ളത്. എക്സിക്യൂഷൻ വൈസ് അതിലൊരു ലെങ്തി പ്രോസസ് ആയിരുന്നു അറിയാം. ഇതിൽ ഈ പറഞ്ഞ സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, ഇപ്പൊ പടം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഫിലിം ടു മേക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഡിഫൻസിൻ്റെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളൊരിക്കലും ഇന്ത്യൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിനകത്ത് വേറെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഫിക്ഷണൽ ആയിട്ടുള്ളൊരു കഥയായതുകൊണ്ട് ശ്രീലങ്ക വളരെ വെൽക്കമിങ് ആയിരുന്നു ആ കാര്യത്തിനകത്ത്. ആൻഡ് ദെൻ ഈ പറഞ്ഞ
ഫഹദിൻ്റെ മിക്സ് സീക്വൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡാനിയലിൻ്റെ അതെ ആ ഫ്ലൈറ്റ് കാർഗോ ഫ്ലൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഒക്കെ ആക്ച്വലി റിയൽ എയർക്രാഫ്റ്റ് തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ നമുക്ക് റിയൽ എയർക്രാഫ്റ്റിൽ ആക്ച്വലി ഫഹദിനെ ഫ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും വി കുഡ് ആക്ച്വലി പുട്ട് ഹിം ഇൻസൈഡ് ആൻഡ് ദെൻ ടേക്ക് സം ഷോട്ട്സ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ ഫ്ലൈ ചെയ്ത് തന്നു, നമുക്ക് ടച്ച് ഡൗൺ ഗോയും ഒക്കെ അവർ തന്നെ നമുക്ക് അതിന് വേണ്ടി ചെയ്തു തന്നു. പക്ഷെ പിന്നെ നമുക്ക് VFX ഒത്തിരി, കാരണം ആ സീനൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ എന്നോട് തുടക്കത്തിൽ വായിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ, കാരണം ആൾക്കാർ ടോപ്പ് ഗണ്ണൊക്കെ കണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മലയാളത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് ഒത്തിരി എൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് എല്ലാവരും നല്ല റിസർച്ച്, നല്ല കട്ട്സും ആയിരുന്നു, നല്ല, കാരണം എന്താണ് ഒരു മാനുവൽ പോലും ഞങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചുമ്മാ ഒരു മാനുവലല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു, കാരണം ഡാനിയൽ എന്തുകൊണ്ട് അത് അത്രയും പ്രിസൈസ് ആയിട്ട് ഒരാളല്ല, കാരണം ഡാനിയൽ പൈലറ്റ് അല്ല, പക്ഷേ ഹീ ഈസ് വർക്ക് ഫോർ ദിസ് ഓർഗനൈസേഷൻ, ഹീ നോസ് അബൌട്ട് ദ ഫ്ലൈറ്റ്. അപ്പോൾ ആ ഫ്ലൈറ്റ് അറിയാവുന്നതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ ആ ഇന്റർവെല്ലില് ആ ഒരു സംഭവത്തിലേക്കും ആ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇന്റർവെൽ പോയിന്റിന്റെ ഹൈ എന്ന് പറയുന്നത് ഈ ബാക്ക് സ്റ്റോറിയാണ്. ആ ബാക്ക് സ്റ്റോറിയുടെ ഹൈ ആണ്. അതൊക്കെ പതുക്കെ ആൾക്കാർക്ക് കിട്ടി വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ വൈസ് നമുക്കിപ്പം അതിനകത്ത് വരുന്ന ആ പ്രാങ്കിന്റെ പോയ്സണിങ്ങിന്റെ ഏരിയ, ബിക്കോസ് ആ ഏരിയ മുഴുവൻ നമുക്ക് ഒരു എയർപോർട്ടിലെ എല്ലാ ഏരിയസും ഉണ്ട്, ചെക്ക് ഇൻ തൊട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു ബാക്കു വാസ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് ആ ഒരു 3 ദിവസത്തേക്ക് നമുക്കൊരു എയർപോർട്ട് നമുക്ക് അത്രയും അവേഴ്സിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നമുക്ക് തരുന്നതിനും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി CCTV, ഒത്തിരി സർവൈലൻസ് ഫുട്ടേജുകൾ ഒരുപാടാണ്. ഇപ്പോൾ VFXലൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ആക്ച്വലി കുറേ കട്ടയ്ക്ക് കൂടെ നിന്നിട്ട് എടുത്തിരിക്കുന്ന പണി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സമ്മിറ്റ് ഫിക്ഷണൽ ഒരു കൺട്രി, കാരണം അത് വേറൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്ന് നമുക്ക് ഒരാളെ എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഫീച്ചർ ഫിലിം ആയതുകൊണ്ട് തന്നെ, ഫിക്ഷണലായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊരു ഫിക്ഷണൽ കൺട്രി ഉണ്ടാക്കുന്നു, ആ കൺട്രിക്കകത്ത് നിൽക്കുന്ന ചില സംഭവങ്ങളും അങ്ങനത്തെ ചില സിറ്റുവേഷൻസും ഒക്കെ ആലോചിക്കുന്നു. പിന്നെ ആ ഒരു സമ്മിറ്റ് എങ്ങനെയായിരിക്കും, ഒരു ഇൻഫ്ലുവൻസർ സമ്മിറ്റിനകത്ത് ഇപ്പോൾ സുഷിനെ പോലെ ഒരാൾ അത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടാണ് ഓക്കെ ഈ പടത്തിൻ്റെ മൊത്തം സത്ത ആ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ട്രാക്കിലേക്ക് പുള്ളി ഉണ്ടാക്കുന്നതും അത് കൊണ്ടുവരുന്നതും നമുക്ക് തന്നെ അതിൻ്റെ, കാരണം കുറേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ പടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡാനിയലിൻ്റെ മോണോലോഗുകൾ നമ്മളോട് പറയുന്നത് തുടക്കത്തിൽ പറയുന്നു, പിന്നെ അത് വ്ളോഗാവുന്നു, പിന്നെ അത് വീണ്ടും മോണോലോഗാവുന്നു, അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഡാനിയൽ നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങളാണ് എൻ്റെ പടം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഈ എക്സിക്യൂഷൻ വൈസ് ചോദിച്ചപ്പോഴേ പല കാര്യങ്ങളും നമുക്ക് ബിലീവബിൾ അല്ലെങ്കിൽ അതൊരു കല്ലുകടി ഫാക്ടർ വരുന്നു. അതിൽ സക്സസ്ഫുൾ ആയ 2 ഏരിയ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇന്റർവെല്ല ഫൈറ്റ് എയർക്രാഫ്റ്റിനുള്ളിൽ ഷൂട്ട് ചെയ്ത് അത് ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. ഒപ്പം ഈ റഹീമിന്റെ ലിഫ്റ്റ് മൊമെന്റ് ആ സ്പേസിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്, ഇത് രണ്ടിനും എക്സിക്യൂഷൻ പാർട്ട് എങ്ങനെയായിരുന്നു? ഫ്ലൈറ്റ് ആക്ച്വലി നമുക്ക് ഒരു ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെ നമുക്ക് പിന്നെ അതിനകത്തുള്ള എലമെന്റുകൾ സെറ്റ് ക്രിയേറ്റ്, കാരണം ഒറിജിനൽ ഫ്ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി UN-ന്റെ ഒരു എയർക്രാഫ്റ്റാണ്. അത് ഈ ശ്രീലങ്കൻ വാർ കഴിഞ്ഞിട്ട് അവർ UN കൊടുത്തിട്ട് പോയ ഒരു എയർക്രാഫ്റ്റായിരുന്നു. അതിലാണ് ഞങ്ങളത് മൊത്തം എക്സിക്യൂട്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ചാലഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറിജിനൽ ഫ്ലൈറ്റിനകത്ത് നമ്മൾ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതും പൊളിയാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അതിനകത്ത് എല്ലാ ഡീറ്റെയിലും, ഇപ്പം നമ്മളിപ്പോൾ ഒരു എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്താൽ പോലും അതിന്റെ ഡീറ്റെയിലിംഗ് അതുപോലെ ചെയ്തിരുന്നു കേട്ടോ. അത് ചുമ്മാ വെറുതെ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളതും അതിനകത്തുള്ള ടർബുലൻസും വിൻഡും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് അത് ആലോചിച്ചുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ചില റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ അവർക്ക് ഇതെന്ത് സംഭവം എന്നൊക്കെ തോന്നും. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും അതിന്റെ എഫേർട്ട് എന്താണെന്നുള്ളത്. ദെൻ ഈ പറഞ്ഞ ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു കൺസ്ട്രെയിൻഡ് സ്പേസിനകത്തുള്ള ഒരു ആക്ഷൻ ആലോചിക്കുന്ന സമയത്ത് അതും ലാൽ സാർ മാത്രം ഒറ്റയ്ക്ക് ആൻഡ് ഈസ് ഹാൻഡിക്യാപ്ഡ് ആൻഡ് ഈസ് ഗെറ്റിംഗ് ഇഞ്ചേർഡ് എന്ന് പറയുന്ന സമയത്ത് പുള്ളിക്ക് അത് കൊടുക്കുമ്പം ആ ലിഫ്റ്റ് ഒരു മൂവബിൾ സെറ്റായിരുന്നു. അത് ആക്ച്വലി ക്യാമറ പല സമയത്തായിട്ട് പല സ്ഥലത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അത് ക്യാമറ മൂവ് ചെയ്യുന്നതനുസരിച്ച് സെറ്റ് എക്സ്പാൻഡ് ആവുന്നു, പിന്നെ സെറ്റ് ഈ പറഞ്ഞ കൊളാപ്സിബിൾ സെറ്റ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് അത്.
ഫൈറ്റിന്റെ എക്സിക്യൂഷൻ നല്ലതായിരുന്നു. ആ, ഈ പറഞ്ഞ പോലെ സ്റ്റിക്ക് വെച്ച് അതെ, അതെ, ഉള്ളതാണ്. അതെ, അതെ. അത് കുറച്ചും കൂടെ ഈ കൈൻഡ് ഓഫ് ഇയാളുടെ ബോഡിയുടെ പാർട്ടായിട്ട് മാത്രം തുടക്കം അതെ, തൊട്ട് അതെ, നമ്മൾ അതെ, അതില് കാണും. ലോക്ക്ഡ് ആണ്. ഇനി ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ലെവലിൽ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പുതിയ എന്താണ് പഠിക്കുന്നത്? അതിൽ ഈ പറഞ്ഞ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ആദ്യ ആലോചന മുതലേ പ്രേക്ഷകരുടെ POV ഒക്കെ ഇതിന്റെ പാർട്ടാന്നറിയാം. ഇനി അങ്ങോട്ടുള്ള ജേണിയില് സിനിമ എന്ന ഈ പറഞ്ഞ ഒരു ആശയത്തിനോട് അല്ലെങ്കിൽ ഈ മീഡിയത്തിനോട് മഹേഷ് നാരായണന്റെ അപ്രോച്ച് മാറുന്നുണ്ടോ? അതോ ഈ പറഞ്ഞ മറ്റേ നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് തന്നെയാണോ? അത് സുഹൃത്തിന്റെ അതെ. അത് ഇപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഷെയർ ചെയ്ത് പോകുന്ന കാര്യമാണ്. എടോ എന്താടോ സംഭവം? അപ്പോൾ അയാൾ ഇവിടെ നിന്ന് പറയും അതിങ്ങനെയാണോ സംഭവം എന്ന് പറഞ്ഞ്. അപ്പം ഇത് ഞാനതിനെ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഞങ്ങൾ ഈ അല്ലു സിനിമാസിന്റെ ഒരു തിയേറ്ററിൽ പോയ സമയത്ത് ഹൈദരാബാദ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഞങ്ങൾ തന്നെ ഷോക്കായി പോയി. ഇതെന്ത് സംഭവം, നമ്മളെന്താ ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇത് ചിലപ്പം ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പുറത്ത് ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി മനുഷ്യരുടെ കഥയിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് കുറച്ചുകൂടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം. ആ പറച്ചിലിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ക്രാഫ്റ്റ് കുറച്ചുകൂടെ മാറണം, ഫോം വൈസ് കുറച്ചുകൂടെയൊക്കെ മാറണം. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിലല്ലേ നമുക്കും ഒരു ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു എന്ത് തരത്തിലുള്ള റെസ്പോൺസ് ആയാലും, അത് നല്ലതായാലും ചീത്തയായാലും ഒക്കെ നമ്മൾ എടുക്കണം. പക്ഷെ എന്നാലും നമ്മൾ ആൾക്കാരെ ഇതുപോലെ പലതരത്തിൽ ഇപ്പം ഈ പടം കണ്ടു കഴിഞ്ഞിട്ടും കുറച്ചുപേര് ഇൻസ്പയർ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ക്രാഫ്റ്റിൽ ഭയങ്കര ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഒരു BTS തരാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം ആലോചിച്ച് ഇതിൽ പറഞ്ഞു തരാമോ, ഇതിൻ്റെ സംഭവം. അപ്പം ഈ ഒരു സംഭവം നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതാണെന്നുള്ളതാണ് ഞാനെപ്പോഴും കാണുന്നത്. കമൽ സാർ വിളിച്ചിരുന്നു. കമൽ സാർ വിളിച്ചിട്ട് കമൽ സാർ ആക്ച്വലി സിനിമ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല, കാരണം ഈ ബാക്കിയുള്ള കുറച്ച് തിരക്കുകളുടെയൊക്കെ ഇടയിൽ. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞു, ഈ റഹീമിന്റെ ആ ഒരു പോയിന്റ് എന്നോട് പറഞ്ഞു, ഇത് ഇപ്പോഴും മലയാളികൾ തന്നെയല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ അതറിയില്ല സാർ, അത് എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അല്ല, കേരളത്തിൽ തന്നെയല്ലേ നിങ്ങൾ സിനിമ ചെയ്യുന്നത്, കേരളത്തിലെ പ്രേക്ഷകർക്ക് പോസ്റ്റ് കോവിഡിലെ ഏറ്റവും കൂടുതൽ പാസ് മാർക്ക് കിട്ടിയത് മലയാളി ഓഡിയൻസിനാണ്. അതെ, ചിലപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സ്റ്റാർ എപ്പോഴും സ്റ്റാർ ആണല്ലോ. അത് നമുക്ക് ചിലപ്പം അവർക്കൊന്നും ചെയ്യാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.